ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. സോ ഇന്ന് ഞങ്ങളുടെ ദിവാലി ബ്രേക്കിന് വീട്ടിൽ പോവാണ്. എൻ്റെ കൂടെ എൻ്റെ വളരെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ടുള്ള ഗൗരിയുണ്ട്, ആൽഡ്രനുണ്ട്, കല്യാണിയുണ്ട്. സോ ഞങ്ങൾ ഇന്ന് രാവിലെ ഭയങ്കര റഷ് പിടിച്ച് തിരക്ക് പിടിച്ച് 8 മണിയുടെ ബസ്സിന് 7:50 ആയപ്പോഴാണ് ക്യാമ്പസിൽ നിന്ന് ഇറങ്ങിയത്. ഞങ്ങളിപ്പം ഭോപ്പാലിൽ എൻ്റെ ക്യാമ്പസിൽ നിന്ന്, ഭോപ്പാലല്ല അവിടെ നിന്ന് ഇൻഡോറിലോട്ട് പോകണം. ഇൻഡോറിൽ നിന്നാണ് ഫ്ലൈറ്റ്, ഉച്ചയ്ക്കാണ് ഫ്ലൈറ്റ്. പക്ഷേ ഞങ്ങളിപ്പം ടൈം ഒരു 8:53 ആയി രാവിലെ. പക്ഷെ ഞങ്ങൾ ഇപ്പോഴേ ഇറങ്ങിയാലേ ഞങ്ങൾ ആ സമയം മുതൽ ഇൻഡോർ എത്തത്തുള്ളൂ. ഒരു 2.5 hours ജേർണി ഉണ്ട് ഇവിടുന്ന്. സോ പോകുന്ന വഴിയിൽ ഞങ്ങൾ ഇനിയിപ്പം കുറച്ച് കഴിയുമ്പോൾ പകുതി എത്തുമ്പോൾ ഞങ്ങൾ ബ്രേക്കിന് ഇറങ്ങും. അപ്പം ഇറങ്ങിയിട്ട് കുറച്ച് ക്ലിപ്പ് എടുത്ത് കാണിക്കാം. അതിനുശേഷം എയർപോർട്ടിലെത്തിയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ കാണിക്കാം. സോ നമ്മുടെ ഇന്നത്തെ ഐറ്റിനറി എന്ന് പറയുമ്പം ഇൻഡോർ ടു ബാംഗ്ലൂർ ടു കൊച്ചി. നമ്മുടെ ലേ ഓവർ വരുന്നത് ബാംഗ്ലൂരാണ്. ഒരു വളരെ ഷോർട്ട് ലേ ഓവറാണ്, 1 hour 55 minutes ലേ ഓവറേ ഉള്ളൂ. സോ ഞങ്ങളിപ്പോൾ ദേവസെത്തി. ഇനി ഇവിടുന്ന് ഒരു 40 minutes കഷ്ടിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് ബസ് ഇറങ്ങുന്ന സ്ഥലത്തെത്താൻ. അവിടെ നിന്ന് എത്തിയിട്ട് ഞങ്ങൾക്ക് എയർപോർട്ടിൽ പോകാനൊരു 10 to 15 minutes ആവത്തുള്ളൂ. പക്ഷേ ഞങ്ങൾ 4 പേരും പ്ലാൻ ചെയ്യുന്നത് ചിലപ്പോൾ അടുത്തുള്ളൊരു മോളിൽ പോകാനാണ്. ഞങ്ങൾ എത്ര പേരുണ്ടെന്നറിയാമോ? ഞങ്ങൾ 4 പേരുണ്ട്. ഇവർ 2 പേരും, പിന്നെ ഗൗരിയുണ്ട്. ഞങ്ങളെല്ലാവരും കൂടെയാണ് പോകുന്നത്. അപ്പോൾ നിങ്ങളായിരിക്കും ഞങ്ങൾ എല്ലാവരും ഒരു സ്ഥലത്തോട്ടാണ് പോകുന്നത്. അല്ല, ഇതിൽ ഒരാൾ തിരുവനന്തപുരം, 2 പേര് കൊച്ചി, ഒരാൾ ബാംഗ്ലൂർ. സോ ഈ ബസ്സിൽ ഞങ്ങൾ ബുക്ക് ചെയ്യുന്ന സമയത്ത് ഉണ്ടായിരുന്നത്ര ആൾക്കാർ 8 പേരുണ്ട്. ഒരു അറൗണ്ട് 10 പേര് ഫ്രണ്ടിലുണ്ട്. ബാക്കി ഞങ്ങൾ 4 പേര് മാത്രം ബാക്കിൽ. ഫണ്ണാണ്, വലിയ ആൾക്കാരില്ലാത്തതുകൊണ്ട് സുഖമായിട്ടാണ് പോകുന്നത്. പിന്നെ ഞങ്ങളുടെ കോളേജിൻ്റെ ഫ്രണ്ടിൽ അങ്ങനെ എല്ലാ ബസ്സും ലോക്കൽ ബസ് നിർത്തും. പിന്നെ ഈ ബസ് ഞങ്ങൾ വിളിച്ച് പറഞ്ഞവരെ അവിടെ നിർത്തിച്ചതാണ്. സോ ഞങ്ങൾ ഇൻഡോർ എത്തിയിട്ട് അവിടെയുള്ള കാര്യങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ ഞങ്ങൾ 2.5 hours ബസ് ജേർണി കഴിഞ്ഞിട്ട് ഞങ്ങളിപ്പോൾ ഇൻഡോർ എത്തി. ഞങ്ങളിപ്പം ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എന്തോ ഒരു ടെക്നോളജിയുടെ ക്യാമ്പസിൻ്റെ ബസ് സ്റ്റേഷനിലാണ് ഉള്ളത്. ഞങ്ങളുടെ കൂടെ ആരൊക്കെയുണ്ട്? എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരെല്ലാം തന്നെ ഉണ്ട്. ഗൗരിയുണ്ട്, കല്യാണിയുണ്ട്, പിന്നിപ്പം വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആൽഡ്രനാണ്. പിന്നെ വോയിസ് എത്രമാത്രം ക്ലിയർ ആവുന്നുണ്ട്, ഞാൻ മൈക്ക് എടുക്കാൻ മറന്നുപോയി. സോ ഞങ്ങളിപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, പാക്ച്വൽ സമയം 11:10 ആയതേ ഉള്ളൂ. ഞങ്ങളുടെ എല്ലാവരുടെയും ഫ്ലൈറ്റ് 1 മണി കഴിഞ്ഞിട്ടാണ്. ഇവിടെ അടുത്ത് C21 എന്ന് പറഞ്ഞൊരു മോളുണ്ട്, ഒരു 3 kilometers. ഞങ്ങളിപ്പം ഒരു ഓല ബുക്ക് ചെയ്തിട്ടുണ്ട് അങ്ങോട്ട് പോകാൻ. അവിടെ പോയി ഫുഡ് കഴിച്ചിട്ട് ഞങ്ങളെല്ലാവരും വിൽ ഗോ ടു ദ എയർപോർട്ട്. സോ ഇനി നമുക്ക് C21 മോളിൽ പോയിട്ട് കാണാം. ഞങ്ങൾ മണ്ടത്തരം കാണിച്ച് ഞങ്ങൾ മോളിൽ നിന്ന് ഒരു 12 kilometers ഉണ്ട് എയർപോർട്ടിൽ പോകാൻ. സംഭവം ഞങ്ങളിപ്പോൾ സബ്വേയിലെത്തി. C21 മോളിലെ സബ്വേയിലാണ് ഞാനും കല്യാണിയും ഗൗരി ആൽഡ്രനും. ഞങ്ങളിപ്പോൾ ഒരു 2 large സബ്വേ പറഞ്ഞു. അത് കിട്ടിയിട്ട് വേണം ഞങ്ങൾക്ക് ഓടാൻ ഇവിടുന്ന് എയർപോർട്ടിലോട്ട്. സോ ഇവിടുന്ന് ഓടി ഞങ്ങൾ എയർപോർട്ടിലെത്തിയിട്ട് വിൽ സീ യു ഗൈസ് ദേർ. എനിക്ക് സാധാരണ ഞാനും ഗൗരി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട്, ഞാനല്ലേ ഗൗരിയിലെ ബുദ്ധിമുട്ടായിട്ട് ചിന്തിക്കുന്നത്. ദിസ് ടൈം ഐ ഡോണ്ട് നോ വാട്ട് ഹാപ്പൻ. പറഞ്ഞ മോളിൽ പോകണമെന്ന്. പക്ഷെ ഞങ്ങൾക്ക് വിശന്ന് പണ്ടാരം അടങ്ങിയിരിക്കുന്നത്. കേസ് ഞങ്ങൾ രാവിലെ ഒന്നും തിന്നില്ല, കൊക്കക്കോളയും ഡയറി മിൽക്കും മാത്രമേ ഞാൻ കഴിച്ചുള്ളൂ. സോ യു ഗൈസ് സബ്വേ പൊളിക്കുവാണ് ഗൗരിയും കല്യാണിയും. പൊളിക്ക് കഴിക്കാൻ വീൽ ഈറ്റ്. എന്തേലും തേങ്ങ കാണിക്കും. ഗൈസ് ഞങ്ങൾ ഓടിക്കതച്ച് എയർപോർട്ട് എത്തി. ഞങ്ങൾ കേറും ഉറപ്പാണ്, ഞങ്ങൾക്ക് ഒരു പ്രശ്നം വരത്തില്ല. ദൈവമേ, നിസ്സാരം. ഇതാണ് എയർപോർട്ട് റോഡ്, അതിനപ്പുറത്താണ് റൺവേ. ഇതാണ് ഇൻഡോർ ഭാഗ്യ ഇന്റർനാഷണൽ എയർപോർട്ട്. എല്ലാം ചെയ്യുന്നത് അറിയെങ്കിൽ ശരിയാണ്. കിടത്തിയിട് ഇങ്ങോട്ട് നോക്കി. ഇത് തേങ്ങയാന്ന് പറയും. പോയില്ലല്ലോ, അതൊന്നും വന്നില്ല. അങ്ങനെ ഞങ്ങൾ കറക്റ്റ് സമയത്ത് എത്തി ചെക്ക് ഇൻ ചെയ്തു ഗൈസ്.
You are on time. Yes, it's all because of Gauri. ഞങ്ങൾ കറക്റ്റ് ടൈം ചെക്ക് ഇൻ ചെയ്തു. താങ്ക്സ് ടു എയർ ഇന്ത്യ എക്സ്പ്രസ്. ചേച്ചിയോട് കാണിക്കാം. ചേച്ചി അങ്ങനെ ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്തു. ചെക്ക് ഇൻ കഴിഞ്ഞിട്ട് ഞങ്ങളിത് ഇവിടെ വെയിറ്റിംഗ് ഇരിക്കുകയാണ്. ഞങ്ങൾ സെക്യൂരിറ്റി ചെക്ക് ഇൻ കഴിഞ്ഞില്ല. നമ്മുടെ കല്യാണി വേറെ ഫ്ലൈറ്റാണ്, ഇൻഡിഗോയ്ക്കാണ്, അവൾ തിരുവനന്തപുരം. സോ അവൾ ചെക്ക് ഇൻ ചെയ്യാൻ വെയിറ്റ് ചെയ്യാണ്. എന്നിട്ട് നമ്മളെല്ലാവരും കൂടെ മേലോട്ട് പോകും. എവിടെ പോവാ? അവളെ ഫ്ലൈറ്റിൻ്റെ സ്കെഡ്യൂൾ നോക്കാൻ പോയതാ. ഞങ്ങൾ 4 പേരും വിചാരിച്ചാൽ ഒന്നും നടക്കത്തില്ല, എല്ലാം നടക്കും. കാരണം ഞങ്ങൾ കൃത്യസമയത്ത് ചെക്ക് ഇൻ ക്ലോസ് ചെയ്യാൻ 10-15 മിനിറ്റോളപ്പോൾ ഞങ്ങൾ ഓടിയെത്തി, ചെക്ക് ഇൻ ചെയ്തു, സബ്വേയും കിട്ടി. വി ആർ നൗ ഗോയിങ് ഫോർ സെക്യൂരിറ്റി. സോ സെക്യൂരിറ്റി എന്ന് വെച്ചാൽ ഇൻഡോർ എയർപോർട്ട്, ഇൻ്റർനാഷണൽ എയർപോർട്ട് ആണെങ്കിലും ചെറിയ എയർപോർട്ടാണ്, വലിയ എയർപോർട്ട്, കുഞ്ഞ എയർപോർട്ടാണ്. സോ നമുക്കിപ്പം ഇവിടെ ചെക്ക് ഇൻ കൗണ്ടർ ഇവിടെയാണ്, ഇച്ചിരിയേ ഉള്ളൂ. എയർപോർട്ട് എന്ന് പറയാൻ ഞങ്ങളുടെ ക്യാമ്പസിൻ്റെ അത്രയും പോലും ഇല്ല. സോ ചെക്ക് ഇൻ ചെയ്തിട്ട് സെക്യൂരിറ്റി ചെയ്തിട്ട് പിന്നിട്ട്. സോ ഞങ്ങളുടെ സെക്യൂരിറ്റി കഴിഞ്ഞു. വി ആർ നൗ ഗോയിങ് ടു ഗേറ്റ്. ഞങ്ങൾ വന്ന് ഇത്രയും ജേർണി അഡ്വഞ്ചറസ് ആയിട്ട് സെക്യൂരിറ്റി ചെക്കിങ്ങിലും അഡ്വഞ്ചറസ് ആയിട്ടൊരു സംഭവം നടന്നത്. അതായത് ആൽഡിൻ്റെ ബാഗിലൊരു വാസ്ലൈൻ ഉണ്ടായിരുന്നു, എൻ്റെ ക്യാരി ബാഗിലല്ല ക്യാബിൻ ബാഗിൽ. സോ ദേവർ ലൈക്ക് ആ ബാഗ് അവർ എടുത്തു വെച്ചു. എന്നിട്ട് ചോദിച്ചു നടന്നു. അവർ ആ ബാഗ് എടുത്തു വെച്ചിട്ട് ചോദിച്ചു എന്താ ഇതിലെന്ന്. പെട്ടെന്ന് ഞങ്ങളുടെ കണക്റ്റായി പോയി. പക്ഷെ പറഞ്ഞ വാക്സിൻ എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു വാക്സിൻ ഒന്ന് ഇത്ര പെട്ടെന്ന് കൊണ്ടുവരുന്നത്. സോ ഞങ്ങൾ പേടിച്ച പോലെ ഒന്നും നടന്നില്ല. 1:16 ഞങ്ങളിപ്പോൾ ഫ്ലൈറ്റ് ഡിലേഡ് ആണ്, പക്ഷേ ഞങ്ങളിപ്പോൾ കറക്റ്റ് സമയത്ത് എത്തി. ഞങ്ങളെല്ലാവരും ചെക്ക് ഇൻ കഴിഞ്ഞു, സെക്യൂരിറ്റി കഴിഞ്ഞു. ഞങ്ങളിപ്പോൾ ഈ സബ്വേ കഴിച്ചിട്ട് വിൽ വെയിറ്റ് ഇൻ ഗേറ്റ്. സോ ഇനി നമുക്ക് സബ്വേ കഴിക്കാൻ കാണാം. സോ ഇൻഡോർ എയർപോർട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ സംഭവം എയർപോർട്ട് ചെറുതാണെന്നുണ്ടെങ്കിലും എന്താ പറയണ്ടേ, കുറേ സംഭവങ്ങളുണ്ട് ഇവിടെ. കം ഫാസ്റ്റ്, നടന്നോ. പിന്നെ വ്ളോഗിങ്, ഇറ്റ്സ് നോട്ട് സിനിമ. സോ ഫ്രെയിമിൽ കിട്ടുന്നുണ്ട്. ഇതിന് ഫ്രെയിമിൽ കിട്ടുന്നതനുസരിച്ച് നടക്കുന്നത്, അല്ലാതെ വേറൊന്നും അല്ല. കുറേ സംഭവമുണ്ട്. അതായത് അമേരിക്കൻ എക്സ്പ്രസിൻ്റെ കാർഡിൻ്റെ സ്ഥലമുണ്ട്, ഫുഡ് കോർട്ട് ഉണ്ട്, KFC ഉണ്ട്. പിന്നെ എന്ന് പറയുമ്പോൾ കുറേ ഹൽദിറാമിൻ്റെ ഒരു സ്റ്റോറുണ്ട്, ലിക്കർ ഷോപ്പുണ്ട്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഇൻഡോർ എയർപോർട്ടിൽ അവൈലബിൾ ആണ്. വൺസ് അഗൈൻ ഞാൻ ഓർമ്മിപ്പിക്കുന്നു, ഞാൻ ഈ പറയുന്നതിൻ്റെ ഓഡിയോ ക്ലിയർ ആവുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പറ്റുന്നത്രയും ഈ ഒരു പബ്ലിക് പ്ലേസിൽ നിന്ന് എടുക്കാൻ പറ്റുന്നത്ര സൗണ്ടിലാണ് ഞാൻ സംസാരിക്കുന്നത്. സോ വിൽ ഗോ ടു ദ ഫുഡ് കോർട്ട്, വിൽ ഹാവ് ഫുഡ് ആൻഡ് വിൽ മീറ്റ് at the gate number 6. Good. It's good. അങ്ങനെ അഡ്വഞ്ചറസ് ആയിട്ട് എയർപോർട്ടിലെത്തി, ചെക്ക് ഇൻ കഴിഞ്ഞു, സെക്യൂരിറ്റി കഴിഞ്ഞു, സബ്വേ കൊണ്ടുവന്ന ഫുഡ് കഴിച്ചു. ആൻഡ് ഇറ്റ്സ് നൗ 1:50 കഴിഞ്ഞു. ഞങ്ങൾക്ക് ബാംഗ്ലൂരിലോട്ടുള്ള ഫസ്റ്റ് ഫ്ലൈറ്റ്. അപ്പോൾ ഫ്ലൈറ്റ് ഇപ്പോൾ ലാൻഡ് ആയതേ ഉള്ളൂ. വി ആർ ഗോയിങ് ടു ബോർഡ് ദ ഫ്ലൈറ്റ്. അപ്പോൾ കല്യാണി നമ്മളുടെ കൂടെയുള്ള ജേർണി ഇവിടെ വെച്ച് ഞങ്ങൾ ആക്ച്വലി സെയിം സ്ഥലത്തോട്ടാണ് പോകുന്നത്. ഷീ ഈസ് ഗോയിങ് ബൈ ഇൻഡിഗോ ടു കൂടെ ബാംഗ്ലൂർ. അവള് ബാംഗ്ലൂരിലാണ് വരുന്നത്. പക്ഷേ ഞങ്ങൾ ടെർമിനൽ വരാം. ഞങ്ങൾ എയർ ഇന്ത്യ ആയതുകൊണ്ട് ടെർമിനൽ 2, അവളുടെ ടെർമിനൽ 1 ആണ്. അവളുടെ ഫ്ലൈറ്റ് 3:20 ഉള്ളൂ. ഞങ്ങളുടെ ഫ്ലൈറ്റ് ഇപ്പോൾ എടുക്കുമെന്ന് അവർ പറയുന്നു, അറിയൂടെ. സോ നമ്മൾ ഇനി കാണുന്നത് കോളേജ് എത്തിയിട്ടായിരിക്കും. അതെ, അവനും കൊടുത്തില്ല, ഷെയ്ക്കാൻ അവനോട് കൊടുക്കും. ടാറ്റ. അതെ, ഇന്ന് ഞങ്ങൾ കാണിച്ചു കൂട്ടാത്ത മണ്ടത്തരങ്ങളൊന്നുമില്ല ഞങ്ങളെല്ലാവരും കൂടെ. സോ ഞങ്ങൾ ഇനിയിപ്പോൾ ഫ്ലൈറ്റ് ബോർഡ് ചെയ്യാൻ പോവാണ്. ദെൻ ബൈ ഒരു 4:15 ഞങ്ങൾ ബാംഗ്ലൂരിലെത്തും. സോ നമുക്കിനി ഫ്ലൈറ്റിൽ കയറുന്നതും ടേക്ക് ഓഫ് ഒക്കെ കാണാം. എന്നിട്ട് ബാക്കി വ്ളോഗ് വിൽ റെസ്യൂം ഫ്രം ബാംഗ്ലൂർ എയർപോർട്ട്. എൻ്റെ കീറി എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മലപ്പുറം എടുത്തത്. സോ ദാറ്റ്സ് അവർ ഫ്ലൈറ്റ്, എയർ ഇന്ത്യ എക്സ്പ്രസ് IX25162 to Bangalore. So we are boarding. പോകുന്നു, അവർ പോകുന്നു. സോ അയ്യോ ഗൈസ്, സോ നമ്മൾ ഫ്ലൈറ്റ് കയറാൻ പോവാണ് ഗൈസ്. ഞങ്ങളുടെ 3 പേരുടെയും ഫ്രണ്ട്സ് ഗ്യാങ്, ബാക്കിയുള്ളവരില്ലെങ്കിലും ഞങ്ങളുടെ 3 പേരുടെ ആദ്യത്തെ ട്രിപ്പ് കം ഫ്ലൈറ്റാണിത്. സോ
ഞങ്ങൾ എക്സൈറ്റഡ് ആണ്. ഫ്ലൈറ്റിൽ എന്തൊക്കെ കാണിക്കുന്നവരോട് ഇത്രയും ബോഡി വെച്ചെങ്കിൽ അവിടെ ഭയങ്കര തിരക്ക്. ഗൗരി വ്ളോഗ് ചെയ്യേ, സേ സംതിങ്. Hello guys, welcome to my vlogging channel. സോ നമ്മള് ബോഡി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഫ്ലൈറ്റ് ബേ ഉണ്ട്, പക്ഷെ ഫ്ലൈറ്റ് ഒന്നും പാർക്ക് ചെയ്തിട്ടില്ല. ആകെ ഇവിടെ ഒരു 2 ATR പിന്നെ ഞങ്ങൾ കയറാൻ പോകുന്ന എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ 737 MAX. ബോർഡ് ചെയ്യാൻ ഇനി മൊമെന്റ്സ് മാത്രം. ഗോയിങ് ടു ബോർഡ്. അങ്ങനെ ഞങ്ങൾ സീറ്റ് കിട്ടി. ഞാൻ വിൻഡോ സീറ്റ്, ഗൗരി സെൻറ്റർ, എൻ്റെ അപ്പുറത്ത് ആൾട്ട്. ഞങ്ങൾ മുതൽ പറഞ്ഞൊരു സീറ്റ് എടുത്തതാണ്. Now it is you, Aldrin, ഞാൻ, അശ്വിൻ, ഇത് ഗൗരി. അപ്പം അങ്ങനെയാണ് ഞങ്ങൾ ഇരിക്കുന്നത്. സോ ഫ്ലൈറ്റ് ഡിലേ ആയിരുന്നു രാവിലെ, ഒരു 30 minutes ഡിലേ ആയി. പക്ഷേ കറക്റ്റ് സമയത്ത് തന്നെ ഫ്ലൈറ്റ് എത്തി. ബോർഡിങ് ഒക്കെ കറക്റ്റ് ടൈം കഴിഞ്ഞു. നമ്മൾ എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ 737 MAX ഫ്ലൈറ്റിലാണ് പോകുന്നത്. നമുക്ക് സീ ലേറ്റർ. ബൈ. അതുകൊണ്ട് അവൻ എന്താ ചെയ്യാതെ? അവൻ ഫ്രണ്ടിൽ പോവാണോ? എമർജൻസി എക്സിറ്റിന്റെ അവിടെ ആരും ഇരിക്കാനില്ലെന്ന് പറഞ്ഞ ആൽഡ്രിൻ ഇസ് ഗോയിങ് ടു എമർജൻസി എക്സിറ്റ്. തൊട്ട് ഫ്രണ്ടിലത്തെ സീറ്റ്. ആൽഡ്രിന്റെ മുമ്പത്തെ നമ്മൾ പറഞ്ഞ പ്ലാൻ നടന്നില്ല. അവിടെ വേറെ ആള് വന്നു, അതുകൊണ്ട് നടന്നില്ല. പോണോ അവിടെ? അങ്ങനെ 2 മണിക്കൂറത്തെ ഫ്ലൈയിങ്ങിന് ശേഷം വി ആർ അബൌട്ട് ടു ലാൻഡ് ഇൻ ബാംഗ്ലൂർ. സോ 1:30 ആയിരുന്നു എസ്റ്റിമേറ്റഡ് ടൈം ഓഫ് ഡിപ്പാച്ചർ. പക്ഷേ ഡിലേ ആയി 20 minutes to 30 minutes. എന്നിട്ട് ഞങ്ങൾ ഒരു 2:30 ആയിരുന്നു ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്ത്. ഇറ്റ്സ് നൗ 4:20 കഴിഞ്ഞു. സോ വി ആർ അബൌട്ട് ടു ലാൻഡ്. അനൗൺസ് ചെയ്ത് ലാൻഡിങ്. സോ ബാംഗ്ലൂർ വരെ ഈ കക്ഷിയുള്ളൂ. സേ ബൈ ബൈ. ആൻഡ് പിന്നെ ഞങ്ങൾക്ക് അടുത്ത ഫ്ലൈറ്റ് 6 o'clock ടു കൊച്ചി. സോ എയർ ഇന്ത്യ എക്സ്പ്രസ് തന്നെ ടെർമിനൽ 2. ഞാൻ ആക്ച്വലി ഈ ഹോൾ ട്രിപ്പിൽ വാട്ട് എക്സൈറ്റഡ് വേറെ ഉള്ള ട്രിപ്പല്ലാതെ ടെർമിനൽ 2 കാണാമെന്നുള്ളതാണ്. അല്ലാതെ ഞാൻ നോക്കിയിട്ട് യാതൊരു പോസിബിലിറ്റി ഇല്ല ഞാൻ ടെർമിനൽ 2 വഴി പോകാൻ. സോ എയർ ഇന്ത്യ എക്സ്പ്രസ് ഞാൻ ബുക്ക് ചെയ്യാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ക്യാൻ ഈ ടെർമിനൽ 2 അറ്റ്ലീസ്റ്റ് ഫോർ സം ടൈം. സോ ഇപ്പോൾ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്ത് ടെർമിനൽ 2 എത്തി. വിൽ ക്യാച്ച് അപ്പ് ദെയർ. ആക്ച്വലി എയർ ഇന്ത്യ എക്സ്പ്രസ് വാസ് ഗുഡ്. ഇച്ചിരി ഡിലേ ആയെന്നുള്ളതല്ലാതെ. വി ഹാവ് കാരലിൻ ചേച്ചി മലയാളിയാണ്. ചേച്ചിയുടെ ഷോട്ടൊന്നും കിട്ടില്ല. പറ്റാതെ ഞങ്ങളൊരു ഫോട്ടോ എടുക്കും. വിൽ ആഡ് ടു ദിസ് വ്ലോഗ് സംവെയർ ഇൻ ദിസ് വ്ലോഗ്. ചിലപ്പോൾ എൻ ക്രെഡിറ്റ്സിലായിരിക്കും. സോ സീ യു ഗൈസ് ആഫ്റ്റർ ലാൻഡിങ്. ഞങ്ങളങ്ങനെ അവിടെ എത്തി. ബാംഗ്ലൂർ ടെർമിനൽ 2, കെംപെഗൗഡ ഇൻ്റർനാഷണൽ എയർപോർട്ട് ടെർമിനൽ 2 എത്തി. ദിസ് വാസ് ലൈക്ക് മൈ മൊമെൻറ്റ് ഓഫ് ട്രൂത്ത്. ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ടെർമിനൽ. സിംഗപ്പൂർ ഷാങ്ഹായ് എയർപോർട്ട് പോലെ തന്നെ അത്ര അടിപൊളി. ലൈക്ക് ദി ആർക്കിടെക്ചർ, ദി ഇൻറ്റീരിയർ ഡിസൈനിങ് നമ്മളെ യൂട്യൂബിലൊക്കെ കണ്ട വീഡിയോ പോലെ തന്നെ കാണുമ്പോൾ അതിലും ഭംഗിയായിട്ടുണ്ട്. വി ആർ ലൈക്ക് ഞങ്ങൾക്ക് ഈ കണക്ഷൻ ഫ്ലൈറ്റ് ഉണ്ട് കൊച്ചിക്ക് ബൈ 6:30. ഗൗരി വിൽ ബി ലീവിങ്. ഞങ്ങളിപ്പം കോളേജിലെ കുറച്ച് കാര്യങ്ങൾ വന്നു. അറൈവൽസ് ഇവിടെ ഇൻ്റർനാഷണൽ ആയതുകൊണ്ട് എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ഇൻ്റർനാഷണൽ ഡൊമസ്റ്റിക് എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ബ്രിട്ടീഷ് എയർവേസ് ഫ്രം ലണ്ടൻ ഹീത്രോ, എയർ ഇന്ത്യ ഫ്രം ലണ്ടൻ ഗാറ്റ്വിക്, വിസ്താര ഫ്രം പാരീസ്, ക്വാണ്ടസ് ഫ്രം ഓസ്ട്രേലിയ. സംതിങ് അനദർ ലെവൽ. അതാണ് ഇമിഗ്രേഷൻ. നമ്മൾ ഡൊമസ്റ്റിക് ആയതുകൊണ്ട് അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല. നമ്മളിപ്പോൾ ബാഗേജ് കളക്ട് ചെയ്യാൻ പുറത്തോട്ട് പോവാണ്. ആൻഡ് the airport is amazing, big, beautiful. അതെ. കെംപെഗൗഡ ടെർമിനൽ 2 is something you have to experience. So ഇവിടുത്തെ this is the terminal operation room
ആൻഡ് ഇവിടെ അത്യാവശ്യം സ്പീക്കേഴ്സൊക്കെ ഉണ്ട്. അത് ആക്ച്വലി ക്വയറ്റ് എയർപോർട്ടായിട്ട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മളുടെ ഈ ട്രിപ്പ് വി ഫൈനലി റീച്ച് കൊച്ചി. സോ ഇനി ഞാൻ അവൻ്റെ വീട്ടിൽ പോകുന്ന പ്ലാൻ ക്യാൻസൽ ചെയ്തു. എൻ്റെ കൊച്ചിയിലുള്ള വൈറ്റിൽ എനിക്ക് ഫ്രണ്ട് ഉണ്ട്. സോ അവൻ്റെ വീട്ടിൽ നിന്നിട്ട് നാളെ രാവിലെ ഐ ഗോ ടു മൈ ഹോം. സോ ഞങ്ങളുടെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഞങ്ങളുടെ അങ്ങനെയെന്ന് പറഞ്ഞാൽ ഭോപ്പാലിൽ ഞങ്ങളുടെ 2024 ജനുവരിയിൽ ഞങ്ങൾ ഫസ്റ്റ് സെം ബ്രേക്കിന് ഞാൻ ദുബായി പോയി, ഇവന്മാർ നാട്ടിൽ വന്നു. അന്നത്തെ ട്രിപ്പ് കഴിഞ്ഞ ശേഷം ഞാൻ ഏറ്റവും കൂടുതൽ ഓർത്ത് വെക്കാൻ പോകുന്ന ഒരു ജേർണി ആയിരിക്കും ഇത്. സോ ഇതൊരു വളരെ അത്ര സ്ട്രക്ചർ എന്ന് പറയുന്നൊരു വ്ളോഗായിരുന്നു, പക്ഷേ നല്ലൊരു വ്ളോഗുമായിട്ട് വീണ്ടും തിരിച്ചു വരുന്നവരെ ദിസ് ഇസ് അശ്വിൻ സൈനിങ് ഓഫ് വിത്ത് ആൽഡ്രിൻ ജോസ് കുര്യൻ.